പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അമേരിക്കയിൽ സന്ദർശനം നടത്തുകയാണ്. 8-ാം തീയതി ഡള്ളാസിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. 9-10 തീയതികളിൽ വാഷിങ്ടൺ DC-യിലാണ്. എന്താണ് ഈ യാത്രയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആ യാത്രയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം രാഹുൽ ഗാന്ധി സാം പിത്രോഡയാണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. അതെ, പുള്ളി പറയുന്നുണ്ട് ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, ഞങ്ങൾക്ക് 32 രാജ്യങ്ങളിൽ യൂണിറ്റ് ഉണ്ട്, അവരുടെയൊക്കെ നിരന്തരം ആവശ്യം പ്രമാണിച്ചാണ് US-ലേക്ക് പോകുന്നത് എന്ന് പിട്രോഡ പറഞ്ഞിട്ടുണ്ട്. സാം പിത്രോദ എന്നൊക്കെ പലരും പലതരത്തിൽ അതെ, പിത്രോദയ്ക്ക് ചില സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, NGOകളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. അപ്പോൾ ആ NGOകളുമൊക്കെ ആയിട്ട് ഈ ഫണ്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട പുള്ളി ഉണ്ടല്ലോ ജോർജ് സോറോസ്, അവരുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ സാം പിത്രോദയും സുനിത വിശ്വനാഥനും അവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ കൊല്ലം രാഹുൽ ഗാന്ധി പോകുമ്പോൾ അവിടെ നാഷണൽ പ്രസ് ക്ലബ്ബിലെ പത്രസമ്മേളനം, ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മീറ്റിംഗ്, തിങ്ക് ടാങ്ക് അവിടെ. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ടല്ലോ സാറേ, എന്തറിയോ? ഇപ്പോൾ സമീപകാലത്ത് അമേരിക്കൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ കാശ്മീരിൽ പോയി നാഷണൽ കോൺഫറൻസ് നേതാക്കന്മാരെ കാണുന്നു. ചന്ദ്രബാബു നായിഡുവിനെ കണ്ടു, രേവന്ത് റെഡ്ഡിയെ കണ്ടു. അതുകൂടാതെ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് ഡൊണാൾഡ് ലൂ വന്നിട്ട് സ്റ്റാലിനെ കാണുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ ആകെ ഓടി നടന്ന് അമേരിക്കൻ എംബസിയുടെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കോൺസുലേറ്റിലെ ആളുകൾ പോയി കാണുകയാണ്. അവരൊക്കെ എന്തൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഡൊണാൾഡ് ലൂവായി കഴിഞ്ഞ തവണ രാഹുൽ അമേരിക്കയിൽ സന്ദർശനം നടത്തിയപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയും. അത് ഡൊണാൾഡ് ലൂവിനെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ വലിയ തോതിലുള്ള വിഭാഗീയത, വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്ന സർക്കാർ വിരുദ്ധ കാമ്പയിൻ നടത്തുന്ന ഒരു ഇൻഫ്ലുവൻസറെ അമേരിക്ക ഈയിടെ ആദരിച്ചു. അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാരിനെതിരെയായിട്ടുള്ള കാമ്പയിനുകളിൽ താല്പര്യം കാണിക്കുന്നുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. അപ്പോൾ അവരുടെ മൈക്കോ കൊടാലിക്കയ്യോ ഒക്കെ ആയിട്ടാണ് രാഹുൽ കുറേ കാലമായി പ്രവർത്തിക്കുന്നത്. സോറോസിൻ്റെ കാര്യമാണ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇത്തവണ പോകുന്നത് ഈ അട്ടിമറി ശ്രമങ്ങൾക്ക് ബംഗ്ലാദേശിൽ അവരുടെ ശ്രമം വിജയിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇന്ത്യയിൽ ബംഗ്ലാദേശ് ആവർത്തിക്കും എന്ന് പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ പ്രതിനിധി ഈ അട്ടിമറിയുടെയൊക്കെ പ്രഭവ കേന്ദ്രമായ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? ഈ പിത്രോദ എന്ന് പറയുന്ന ആളും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങേരുടേതായ NGOകളും ഫണ്ടും ഈ പലതരം ഫൗണ്ടേഷനുകളുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ള ആൾ തന്നെ അങ്ങേര്. ഈ മറ്റേ ജെന്നിഫർ ലാഡ്സൺ എന്ന് പറഞ്ഞ ഹൈദരാബാദിലെ US കോൺസൽ ജനറൽ, അവർ കണ്ടവരുടെ കൂട്ടത്തിൽ ഒവൈസി ഉണ്ട്. ഒവൈസി കണ്ടു ഹൈദരാബാദിൽ പോയിട്ട്, ഞാൻ വിട്ടുപോയതാണ്. ആ ഒവൈസി മാത്രമാണ് ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കരുതെന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ്. അതിനെപ്പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവർക്കിവിടെ അഭയം കൊടുക്കരുതെന്ന് വാദിച്ച ആളാണ് ഒവൈസി. അപ്പോൾ അമേരിക്കയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇവരെ ഷെയ്ഖ് ഹസീനെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യാനുള്ള ആവശ്യം ബംഗ്ലാദേശിൽ നിന്ന് ഉന്നയിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. കുറേ കഴിയുമ്പോൾ കോൺഗ്രസും ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ ചേർന്ന്. അത് ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണം എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇന്ത്യ തീരുമാനിക്കട്ടെ. അതെ, അത് ഇന്ത്യക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള മട്ടിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയ കാരണങ്ങളല്ലല്ലോ അവിടെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. മർഡർ കേസ് 26 കൊലപാതക കേസുകളാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആകെ നമുക്ക് പിന്നെ വ്യവസ്ഥയിൽ പറയാവുന്നത്, വ്യവസ്ഥയിൽ തെളിവ് കൊടുക്കണ്ട എന്നുണ്ട്. ഇന്ത്യൻ ബംഗ്ലാദേശുള്ള ഡിപ്പോർട്ടേഷൻ കരാറിൻ്റെ അകത്ത് പരസ്പരം തെളിവ് കൊടുക്കേണ്ടതില്ല ഈ വിട്ടുതരണം എന്ന് പറയുമ്പോൾ എന്നുണ്ട്. പിന്നെ അതിൽ ആകെയുള്ളൊരു ക്ലോസ് ഈ ആവശ്യപ്പെടുന്നത് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണോ എന്ന് നോക്കണം. അപ്പോൾ സത്യസന്ധമല്ല ആവശ്യം എന്ന് പറഞ്ഞ് മാത്രമേ നിരസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്യാന്തര സമ്മർദ്ദം ആ കാര്യത്തിൽ വരും എന്നുള്ളതാണ്. അല്ല, രാജ്യാന്തര സമ്മർദ്ദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് സാർ, അത് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കും, കൂട്ടത്തിൽ പറയാം. അതായത് ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് പുടിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ മെമ്പർമാരായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ
പുടിൻ വന്നാൽ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ വിധി. കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. പക്ഷേ അതിൽ മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്തിൽ പുടിൻ പോവാം. അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മംഗോളിയ ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വ്യവസ്ഥകളും കരാറുകളും ഒക്കെ ഒരു രാജ്യം പാലിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. അതെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഉന്നയിക്കുന്ന ഒരു സംഭവം, ഈ അമേരിക്കയുടെ ഗ്രഹാം മേയർ, മിനിസ്റ്റർ കൗൺസിലർ ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ്, രാഷ്ട്രീയ കാര്യം നോക്കുന്നവനാണല്ലോ എംബസിയിൽ. പിന്നെ ഫസ്റ്റ് സെക്രട്ടറി ഗാരി ആപ്പിൾ ഗാർത്ത്, പൊളിറ്റിക്കൽ കൗൺസിലർ അബ്രാം ഗദ്യാൽ പട്ടി, അത് ആന്ധ്രക്കാരനായിരിക്കുമല്ലോ. ചില നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ഈ പൊളിറ്റിക്കൽ കൗൺസിലർ വരെ ഉയരുള്ളൂ, ഇന്ത്യക്കാരൻ, എന്തോ 6ാം ഗ്രേഡോ അങ്ങനെ എന്തോ ഉണ്ട് എംബസിയിലും ഒക്കെ. ഇവർ പോയിട്ട് കശ്മീരിൽ ഒമർ അബ്ദുള്ളയെ കണ്ടു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നു. ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം, കശ്മീരിൽ ഈ അമേരിക്കൻ പ്രതിനിധികൾ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഈ IB റോ പോലുള്ള സംഘടനകൾ അവരും സമ്മതിക്കണം. അപ്പോൾ നമ്മൾക്ക് കരുതൽ വിട്ടുപോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത വിട്ടുപോകുന്നുണ്ടോ? കാരണം ഇവർ അട്ടിമറിക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രതിപക്ഷ നേതാക്കളെ പോയി കാണുന്നത്. അല്ലാത്ത ആളുകളെയൊന്നും കാണുന്നതായിട്ടൊന്നും ഈ കൂട്ടത്തിൽ കാണുന്നില്ല. ഈ ജെന്നിഫർ ലാൾസൺ കണ്ട ആളുകളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, ഒവൈസി. ഇവർ പോയി അവിടെ കണ്ടത് ഒമർ അബ്ദുള്ളയും ഒക്കെയാണ്. ഒമർ അബ്ദുള്ളയെ കണ്ട ദിവസത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ഒമർ അബ്ദുള്ളയെ ഈ അമേരിക്കൻ സംഘം കണ്ടതിന് ശേഷമാണ് ഒമർ അബ്ദുള്ളയായിട്ട് സഖ്യത്തിന് ഖാർഗെയും രാഹുൽ ഗാന്ധിയും പോയത്. അപ്പോൾ അമേരിക്കക്കാർ പോയിരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനും ഒക്കെ ആണല്ലോ. നിങ്ങൾ സഖ്യത്തിന് തുനിയണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. പക്ഷേ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനുവാദം വാങ്ങിയിട്ടായിരിക്കും പോകുന്നത്, അല്ലാതെ അനുവാദം വാങ്ങാതെ പോകാൻ പറ്റില്ല. ഞാൻ ഈ അനുവാദം കൊടുക്കുന്നിടത്തുള്ള ജാഗ്രതയെ സംബന്ധിച്ചാണ് ഈ അത് പിന്നെ പോയിട്ട് പോയാൽ ഇത്രയ്ക്ക് വരാനുള്ളൂ. ചെമ്മീൻ ചാടിയ എവിടം വരെ പോകുന്നറിയാലോ. പക്ഷേ അമേരിക്ക ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യണം എന്നുദ്ദേശിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജോർജ് സോറോസിനെ പറ്റിയിട്ടുള്ള വിശദവിവരങ്ങൾ, ഈ ധ്രുവ് റാട്ടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി പോകുമ്പോഴും പറയുന്നത് വീണ്ടും സോറോസിൻ്റെ കാര്യമാവുന്നത് ഇതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സുനിത വിശ്വനാഥൻ എന്ന് പറയുന്ന സ്ത്രീ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഫണ്ട് കിട്ടുന്നു. ആ സംഘടന ഉണ്ടാക്കിയത് 2 മുസ്ലിം സംഘടനകളാണ്. ആ മുസ്ലിം സംഘടനകൾ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ആ മുസ്ലിം സംഘടനകളിൽ ഒരാളുടെ അൻസാരി ഈ ക്ഷണപത്രം നിങ്ങൾ സ്വീകരിക്കുക, തിരിച്ച് വരുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് അൻസാരി. ഈ ക്ഷണത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുമല്ലോ, പ്ലീസ് കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് RSVP വെക്കും. അത് അൻസാരിയുടെ പേരാണ് വെച്ചിരുന്നത്, ഈ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുള്ളത്. എന്നിട്ട് ഈ 3 സംഘടനകളും കൂടി വേറൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണ് അമേരിക്കയിൽ ചെന്നാലും രാഹുൽ ഗാന്ധി കളിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ എങ്ങനെ ഇപ്പോൾ ഡോക്ലാമൊക്കെ വന്ന കാലത്ത് ചൈനീസ് എംബസിയിൽ പോയി രാഹുൽ ഗാന്ധി സ്ഥാനപതിയോട് സംസാരിച്ചില്ലേ ഡൽഹിയിൽ? അല്ല, ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിൽ ഫണ്ട് കൊടുത്തത് അമേരിക്ക, സോറോസ് ഒക്കെയാണ് രാഹുൽ ഗാന്ധി കൊടുത്തത്. അതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു, എന്തെല്ലാം നേടാൻ കഴിഞ്ഞു, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കണമല്ലോ, മുതലാളിയോട് പറയണം. അതിന് പോയതായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മുടെ വെറോണിക്ക ക്വാർട്ടർലി നായക് മിൻക് വിൻസി മകള് എന്ന് സലാവുദ്ദീൻ ഷോയിബ് ചൗധരി പറയുന്നു ബ്ലിറ്റ്സ് പറയുന്നവർ അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ വാഴ നനയുമ്പോൾ ചീര എന്താന്ന് വെച്ചാൽ ആ ബ്ലിറ്റ്സിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ചില സന്ദർശനങ്ങൾ നടത്തുമ്പോൾ ഈ ദിവസമൊക്കെ വേറെ ആയിരിക്കും, ഒരു ദിവസത്തെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ കുടുംബം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ അമേരിക്കയിൽ നിന്ന് അകലെയോ അല്ലല്ലോ. അവരുടെ നല്ല കാര്യമാണ്, പോയി കാണട്ടെ, എന്താ കുഴപ്പം? അല്ല, ഒരു നല്ല കുടുംബ ജീവിതം ആശംസിക്കണമല്ലോ. അതെ, അതൊക്കെ ശരിയാണ്. ഇന്ത്യക്കിട്ട് പണിയാതിരുന്നാൽ മതി.
അത് പണിയാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഈ ജയശങ്കർ വിദേശകാര്യമന്ത്രി വെള്ളിയാഴ്ച അവിടെ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ സംസാരിച്ചിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അങ്ങേര് പറഞ്ഞു അമേരിക്കയായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അമൂല്യമാണ്, തന്ത്രപ്രധാനമാണ്, സാമ്പത്തികമായ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇൻഡിസ്പെൻസിബിൾ ഫോർ ഇന്ത്യാസ് മൾട്ടിപോളാരിറ്റി, നമ്മുടെ ബഹുസ്വരതയ്ക്ക് അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊരു സഖ്യമല്ല എന്നും പറഞ്ഞിരുന്നു. പിന്നെ ഓവർലാപ്പിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്, പരസ്പര താല്പര്യങ്ങളുണ്ട്. പക്ഷെ ഓവർലാപ്പിംഗ് അല്ലാത്ത ഇൻട്രസ്റ്റും കൂടി ഉണ്ട് എന്നും കൂടി ഇന്ത്യ കാണണം. ഇതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. അമേരിക്കയുടെ ശരിയായ ഇൻറ്റൻഷൻസ്, ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗം കൂടി ചേർത്തിട്ടാണല്ലോ അതെ അതെ സോഖം എന്ന് പറഞ്ഞ ക്രൈസ്തവ രാജ്യം വേണമെന്ന് പറഞ്ഞു അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊക്കെ ഈ ഡൊണാൾഡ് ലുലുവിനെ പറ്റിയൊക്കെയാണല്ലോ ഈ വൈറ്റ് മാൻ എന്നൊക്കെ അവർ പറയുന്നത്. അവിടെ വന്ന് അന്ത്യശാസനം കൊടുക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിക്ക്, അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. US ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി അഫ്രീൻ അക്തർ നവംബർ 3 അന്ത്യശാസനം കൊടുത്തിരുന്നു. നിങ്ങൾ ഷെയ്ഖ് ഹസീനയെ മാറ്റണം, നിങ്ങളോ സ്പീക്കറോ പ്രധാനമന്ത്രിയാകാം എന്ന് പറഞ്ഞതായിട്ട് സൗത്ത് ഏഷ്യ ജേണലിൽ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബംഗ്ലാദേശിലുണ്ടായിന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് അമേരിക്ക പോയാൽ നമ്മൾ കശ്മീരിൽ M4 റൈഫിളുകളൊക്കെ, അത്യാധുനിക റൈഫിള് ഇപ്പം ജമ്മുവിൽ പാകിസ്ഥാൻ ഭീകരർ, അതുകൊണ്ടാണ് അതിന് 3500 മീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളാണ്. അത് ഏത് കവചിത വാഹനത്തെയും ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ തുളച്ച് കയറും. അതുകൊണ്ടാണ് നമ്മുടെ പട്ടാളക്കാർ ഇതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഏതാണ്ട് 3 ഡസനോളം M4 റൈഫിളുകൾ ചരിത്രത്തിൽ ആദ്യമായി തീവ്രവാദികളുടെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് അവരുടെ കയ്യിൽ. അത് വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോകുമ്പോഴാണ് ഉപേക്ഷിച്ച സാധനങ്ങളാണത്. അപ്പോൾ നമ്മുടെ അയൽവക്കത്തൊക്കെ ഈ മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഈ അമേരിക്ക കുഴപ്പമുണ്ടാക്കിയ സ്ഥലങ്ങളാണ് അയലത്തൊക്കെ ഉള്ളത്. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയാണ്. അതിന് പല കാരണങ്ങളുണ്ട് താനും. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം സ്വാഭാവികമല്ല. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ഈ സന്ദർശനത്തിൽ 10-ാം തീയതി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു പുതിയൊരു സമരം പറയും. ഈ സർക്കാരിനെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ, സർക്കാരിനെ അട്ടിമറിച്ചിടാനുള്ള പുതിയ തന്ത്രങ്ങളുമായിട്ടായിരിക്കും വരിക. ഓഗസ്റ്റ് 15 ട്രാക്ടർ സമരം എന്നൊന്നും പറഞ്ഞത് നടന്നില്ല. കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ചീറ്റിപ്പോയി. അതൊക്കെ ചീറ്റിപ്പോയി. പിന്നെ മറ്റേ എമർജൻസി എന്ന് പറഞ്ഞ സിനിമ വരാനുണ്ട്. അതിപ്പോ മാറ്റിവെച്ചിരിക്കുക തൽക്കാലത്തേക്ക്. അത് ദയനീയമാണ്. കങ്കണ പറയുന്നത് എൻ്റെ സിനിമയ്ക്ക് സെൻസർഷിപ്പ് കിട്ടിയിട്ടില്ല. ഈ ഭരണകക്ഷി പാർട്ടിയുടെ MP ആണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പുനരാലോചിക്കുന്നൊക്കെ പറയുന്നുണ്ട് അവര്. കാരണം സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് ഭീഷണി, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഖലിസ്ഥാനികളൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ BJP ഭരിച്ചാൽ കങ്കണയ്ക്ക് പോലും നിധി കിട്ടുകയല്ലേ? അതാ ഞാനും ആലോചിച്ചത്. BJP ഭരിക്കുമ്പോൾ കങ്കണയുടെ ഡെബ്യൂ ആണ്, ആദ്യ കന്നിച്ചിത്ര സംവിധാനം എന്നുള്ളതിലേക്ക്. അത് കിട്ടും എന്ന് വിചാരിച്ച് തന്നെയാണ് അവർ ചെയ്തത്. എന്ത് ഭീഷണി ഉണ്ടാവാനാണ്, ഈ എന്ത് സംഘർഷം ഉണ്ടാവാൻ ഈ ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ടുള്ള ബിന്ദ്രം ബാലിയെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിഖുകാരുടെ പ്രശ്നം. പഞ്ചാബിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന് വെച്ചാൽ പോരെ. അതെ അതെ, അത് നമ്മൾ സിനിമയിൽ വന്നില്ല എന്നുകൊണ്ട് ബിന്ദ്രൻ ബാലയും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഒന്നും ചരിത്രത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും രാഹുൽ പോയിട്ട് വരട്ടെ. ഇനി വരാൻ പോകുന്നത് അമേരിക്കൻ ബുദ്ധി ഉപദേശിച്ച് കിട്ടിയ രാഹുൽ അത് നടപ്പാക്കാനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ. നടപ്പാക്കാനുള്ള ശ്രമം എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാം. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എവിടെയൊക്കെ രഹസ്യ സന്ദർശനം നടത്തി, കഴിഞ്ഞ തവണ വൈറ്റ് ഹൗസിൽ പോയ പോലെ രഹസ്യമായിട്ട് എവിടെയൊക്കെ പോകുന്നു, അതിൻ്റെയൊക്കെ വിവരം വരുമായിരിക്കും. ഏതായാലും സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ഇതൊക്കെ അറിയാം. അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവർ കാര്യങ്ങൾ അറിയുന്നുണ്ട്, കാണേണ്ടവർ കാണുന്നുണ്ട്. ഏതായാലും രാഹുൽ പോയിട്ട് വരട്ടെ. അദ്ദേഹത്തിന് ഊഷ്മളമായ ഒരു അമേരിക്കൻ ട്രിപ്പിൻ്റെ മനോഹാരിത മുഴുവൻ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇത്തവണ 3 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ല. അത്രയും നന്നായി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.